പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഇൻ്റൽ സാറ്റ് 20 68.5 ഡിഗ്രിയിലുള്ള ഇൻ്റൽ സാറ്റ് 20യിൽ നിന്നുള്ള ഫ്രീ ടു എയർ ചാനലുകളാണ് ട്യൂൺ ചെയ്യുന്നത്. 5G ഫിൽറ്റർ LNB ഉപയോഗിച്ചാണ് ഞാൻ ഡിഷ് ട്രാക്ക് ചെയ്തിട്ടുള്ളത്. 5G ഫിൽറ്റർ LNB ആയത് കാരണം LNB ഫ്രീക്വൻസി നമ്മൾ 5150/5750 എന്ന രീതിയിൽ വേണം കൊടുക്കാൻ. ഇന്നിപ്പോൾ ഞാനിവിടെ ഫ്രീ ടു എയർ ചാനലുകൾ മാത്രം ട്യൂണാവുന്ന രീതിയിലാണ് സെറ്റപ്പ് ബോക്സ് ട്യൂണിങ്ങിൽ ഇട്ടിട്ടുള്ളത്, ഓട്ടോ സ്കാനിങ്ങിൽ ഇട്ടിട്ടുള്ളത്. ബ്ലൈൻഡ് സ്കാനാണ് നമ്മൾ ചെയ്യുന്നത്. മുഴുവൻ ഫ്രീ ചാനലുകളും ട്യൂണായി വരുന്ന രീതിയിലാണ് ഇത്. നമുക്ക് സെറ്റപ്പ് ബോക്സിൽ ചാനലുകൾ ഓരോന്നായി ട്യൂൺ ചെയ്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇൻ്റൽ സാറ്റ് 20യിൽ 68.5 ഡിഗ്രിയിൽ എത്ര ഫ്രീ ചാനലുകൾ ട്യൂണായി വരുന്നു എന്ന് നോക്കാം. ഇതിൽ മലയാളം ചാനലുകളൊന്നും നമുക്ക് നിലവിൽ അവൈലബിൾ അല്ല. വർഷങ്ങൾക്ക് മുമ്പേ ഇതിൽ 68.5 ഡിഗ്രിയിൽ ന്യൂസ് 18 ന്യൂസ് ചാനൽ മലയാളം ന്യൂസ് ചാനൽ ഫ്രീ ആയി നമുക്ക് ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് ആ മലയാളം ചാനൽ പേ ഫോർമാറ്റിലേക്ക് മാറുകയാണ് ഉണ്ടായത്. ഈ സാറ്റലൈറ്റിൽ നമുക്ക് വിദേശ ചാനലുകളും ഇന്ത്യൻ ചാനലുകളും ഉൾപ്പെടുന്നുണ്ട്. ന്യൂസ് ചാനലുകളൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒരുപാട് ഹിന്ദി ചാനലുകളാണ് ഇതിൽ കൂടുതലായിട്ടും. നോർത്ത് ഇന്ത്യൻ ചാനലുകളും അതുപോലെ വിദേശ ചാനലുകളും വിദേശ ന്യൂസ് ചാനലുകളൊക്കെയാണ് വരുന്നത്. നോർമൽ ചാനലുകൾ മാത്രമല്ല, ഇതിൽ HD ചാനലുകൾ കൂടി ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഈ സാറ്റലൈറ്റിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന HD ചാനലുകളാണ് പീസ് TV. അതുപോലുള്ള ഇംഗ്ലീഷ് ന്യൂസ് ചാനലുകൾ വേറെയും ഇതിൽ HD ക്വാളിറ്റിയിൽ നമുക്ക് കാണാം. ഇനി ഈ സാറ്റലൈറ്റിൽ നിന്ന് ഇപ്പോൾ മൊത്തം നമുക്ക് എത്ര ചാനലുകൾ ട്യൂണായി നോക്കാം. 86 ചാനലുകൾ 86 TV ചാനലുകൾ ട്യൂണായി വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചാനലുകൾ മാത്രം നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ കൂടുതലും ന്യൂസ്, ഹിന്ദി ന്യൂസ് ചാനലുകളും ഇംഗ്ലീഷ് ന്യൂസ് ചാനലുകളൊക്കെയാണ് വരുന്നത്. എങ്കിൽ കൂടിയും ഇതിൽ നമുക്ക് HD ചാനലും വരുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ചാനലുകളാണ് PTC മ്യൂസിക്. PTC നെറ്റ്വർക്കിൽ നിന്നുള്ള മ്യൂസിക് ചാനൽ ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ ഇതിൽ വരുന്നൊരു പ്രധാന ചാനലാണ് TRT വേൾഡ് HD. തുർക്കിയുടെ ന്യൂസ് ചാനലാണ്. ഇതിൽ ഡോക്യുമെൻ്ററി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. HD ക്വാളിറ്റിയിലാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ മറ്റൊരു ചാനലായ ഇൻസിങ്ക് മുഴുവൻ സമയ ക്ലാസിക്കൽ സംഗീതം ഈ ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഇൻസിങ്ക് എന്നാണ് ഈ ചാനലിൻ്റെ പേര്. ഇത് HD അല്ല, നോർമൽ ക്വാളിറ്റിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നീട് നമുക്ക് വരുന്നത് അരിരംഗ് TV വേൾഡ് HD ചാനലാണ്. അതിനുശേഷം പിന്നെ ബെറ്റർ ആയിട്ടുള്ള ചാനൽ പീസ് TV ഇംഗ്ലീഷ് HD. പീസ് TVയുടെ ഇംഗ്ലീഷ് ലാംഗ്വേജും അതുപോലെ മറ്റുള്ള ഭാഷകളായി വരുന്നത് ഉറുദു, ബംഗ്ല, ചൈനീസ്. ഈ 4 ചാനലും HD ക്വാളിറ്റിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊരു ഭക്തി ചാനലാണ് പീസ് TV നെറ്റ്വർക്കിൽ നിന്നും. അതുപോലെ മറ്റൊരു ചാനലായ NHK വേൾഡ് HD ജപ്പാൻ്റെ ചാനലാണ്. അതും HD-യിലാണ്. അൽ ജസീറ അവൈലബിൾ ആണ്, നോർമലാണ്, HD അല്ല. ഈ അൽ ജസീറയുടെ സിഗ്നൽ നമുക്കിതിൽ സ്ട്രോങ് TP ആയി, ഈ സാറ്റലൈറ്റിലെ സ്ട്രോങ് TP ആയി കണക്കാക്കാം. ഈ TP ഉപയോഗിച്ച് ഈ സാറ്റലൈറ്റ് പെട്ടെന്ന് നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിന്ന് ട്യൂൺ ചെയ്തിട്ടുള്ളത് 6 ഫീറ്റ് C ബാൻഡിൻ്റെ ഡിഷിലാണ്. 6 ഫീറ്റ് പ്രൈം ഫോക്കസ് ഡിഷിലാണ്. ഡിഷ് ഞാനൊന്ന് കാണിക്കാം. ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ചാനലുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഇനി ഡിഷ് ആൻറ്റിനയും സെറ്റപ്പ് ബോക്സും ഒന്ന് പരിചയപ്പെടുത്താം. ഇത് ട്യൂൺ ചെയ്തിട്ടുള്ളത് സോളിഡിൻ്റെ 8181 Pro എന്ന മോഡലിലാണ് ഇന്ന് ട്യൂൺ ചെയ്തിട്ടുള്ളത്. സോളിഡിൻ്റെ 8181 Pro. ഇതിൻ്റെ പുതിയ തരം റിമോട്ടുകളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന സെറ്റപ്പ് ബോക്സാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള മൊണ്ടേജ് ചിപ്സെറ്റ് വരുന്ന സെറ്റപ്പ് ബോക്സാണ്. ഡിഷ് ആൻറ്റിന 6 ഫീറ്റ് ഡിഷ് ആൻറ്റിനയിലാണ് നമ്മൾ ഇത് ട്രാക്ക് ചെയ്തിട്ടുള്ളത്. സോളിഡിൻ്റെ 5G ഫിൽറ്റർ LNB ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. 5G ഫിൽറ്റർ LNB ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം LNB ഫ്രീക്വൻസി തന്നെയാണ്. 5150/5750 എന്ന രീതിയിൽ സെറ്റ് ബോക്സിൽ ട്യൂൺ ചെയ്യുക. അതുപോലെ ഞാനിപ്പോൾ വെച്ചിട്ടുള്ള LNB ഈ ടൈപ്പിലും വയ്ക്കാം. അതുപോലെ ഇതിൻ്റെ ഷേപ്പ് ഫ്രണ്ട് ഭാഗം വരുന്നത് വലത്തോട്ടും വയ്ക്കാം. നമ്മൾ ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ നേരെയും വയ്ക്കാം. ഞാൻ ഇതുപോലെ വെച്ചിട്ടുള്ളത് ഹോറിസോണ്ടൽ പോളാരിറ്റി വെർട്ടിക്കൽ പോളാരിറ്റി ഹോറിസോണ്ടലായിട്ടുമാണ് ട്യൂൺ ചെയ്യുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ സിഗ്നൽ കാണിച്ചതിൽ യഥാർത്ഥ രീതിയിലുള്ള പോളാരിറ്റി വെർട്ടിക്കലുള്ളത് ഹോറിസോണ്ടലായിട്ട് നിങ്ങൾ ട്യൂൺ ചെയ്യാൻ ശ്രമിക്കുക. 2 രീതിയിലും നമുക്ക് LNB ഫിറ്റ് ചെയ്യാം.
അതുപോലെ ഈ ഒരു സാറ്റലൈറ്റ് നമുക്ക് ഇൻ്റൽസാറ്റ് 66 ഒക്കെ കൂടെ ക്ലാമ്പ് ചെയ്യാവുന്ന ഒരു സാറ്റലൈറ്റാണ്. നല്ല കവറേജുള്ള, ഇന്ത്യയിലും പുറത്തുമൊക്കെ നല്ല കവറേജുള്ള ഒരു സാറ്റലൈറ്റാണ്. അപ്പോൾ 76 കൂടെയും 66 ഒക്കെ കൂടെയൊക്കെ നമുക്ക് ക്ലാമ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ട്രാക്കിംഗ് വിശേഷങ്ങൾക്കും കണ്ടൻറ്റുകൾക്കുമായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.